നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. MD തോൽപ്പിച്ചത് സത്യത്തിൽ രണ്ടുപേരെയാണ്. ഇരുവരെയും ഒരിക്കലും തോൽപ്പിക്കാനാവില്ലെന്നാണ് ഭൂമി മലയാളം കരുതിയത്. മാധ്യമങ്ങളെയും പിണറായി വിജയനെയും. ഒടുവിൽ MD ഇരുവരെയും തോൽപ്പിച്ചു. പത്രം പുറത്തിറങ്ങാത്ത അപൂർവ ദിവസങ്ങളിലൊന്നിൽ മരണം വരിച്ച MD പിണറായി വിജയൻ സർക്കാരിന്റെ ആഡംബര ഘോഷയാത്രകൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഘോഷയാത്ര നടത്താനാവാതെ പിണറായി വിഷമിക്കുന്നു. പത്രമുത്തശ്ശിയായ മലയാള മനോരമയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ MDയെക്കുറിച്ച് വീഡിയോ സ്റ്റോറികളും ഈ പേപ്പറും തയ്യാറാക്കി മരണത്തിന് പിന്നാലെ പുറത്തുവിട്ടു. മാതൃഭൂമിയും വിട്ടില്ല. അവരും ഈ പേപ്പർ കൊണ്ട് സമാധാനപ്പെട്ടു. അങ്ങനെ ആർക്കു മുന്നിലും തലകുനിക്കാതെ MD മരണത്തിലും തന്റെ ആഭിജാത്യം കാത്തു സൂക്ഷിച്ചു. കാരണം ആർഭാടങ്ങളോട് എന്നും MD മുഖം തിരിച്ചാണ് നിന്നത്. പിണറായി വിജയനെ വേദിയിലിരുത്തി അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ് MT വാസുദേവൻ നായർ അടുത്ത കാലത്ത് നടത്തിയത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അധികാരത്തിലെത്തുവാനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും MT തുറന്നടിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കുകയും ആരാധരാക്കുകയും ചെയ്തു അദ്ദേഹം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല എന്നും MT പറഞ്ഞു. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു MDയുടെ ഈ വിമർശനം. കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്ക് സംഘടിപ്പിച്ച 7ാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു MT വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ തന്നെ അധികാരത്തെയും ആധികാരത്തെയും അതിലെ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും ഒക്കെ അദ്ദേഹം ഇതിനൊക്കെക്കുറിച്ച് MD രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടി മൂടി. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യതകൾ കൊണ്ടല്ല സ്വാതന്ത്ര്യമെന്നും MT പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർവാധിപത്യത്തിനെതിരെ തുറന്നടിച്ച MT വാസുദേവൻ നായർക്ക് കയ്യടികളുമായി കേരളം അണിനിരന്നപ്പോൾ MTക്കുണ്ടായ നീരസം എന്താണെന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കിങ്കരന്മാർ CID അന്വേഷണം തുടങ്ങിയിട്ടും ഫലമുണ്ടായില്ല. എന്നാൽ MDയുടെ പ്രസ്താവന സാഹിത്യ അക്കാദമി ഉൾപ്പെടെ വായനക്കാരായി മാറി. MD ആയതുകൊണ്ട് മാത്രമാണ് ഡിഫി സഖാക്കന്മാർ മുതുകത്ത് കയറി മേയാത്തത്. എന്നാൽ MDക്കെതിരെ പ്രസ്താവന നൽകാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടും ഇടതുഭുജിയായ ഷാജി N കരുൺ പോലും തയ്യാറായില്ല. സാംസ്കാരിക ലോകത്തും ഇടതുമുന്നണിയും പിണറായി വിജയനും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ അന്ന് കഴിഞ്ഞത്. ഇടതുമുന്നണി ഇത്തരത്തിൽ ഒറ്റപ്പെടുന്നത് ആദ്യ സംഭവമാണ്. എന്നാൽ MDക്ക് പിന്നിൽ ആരുമില്ല എന്ന് പാർട്ടി കണ്ടെത്തി. സ്വന്തം മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് അദ്ദേഹം ഒരു ഭയവും കൂടാതെ പങ്കുവച്ചത്. KK ശൈലജയെയും തോമസ് ചാഴിക്കാടനെയും വേദിയിലിരുത്തി അപമാനിച്ച പിണറായിക്ക് കിട്ടിയ കിടിലം മരുന്നായിരുന്നു MDയുടെ അതിനിശിതമായ ഈ വിമർശനം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ MD ഇക്കാര്യത്തിൽ EMSനെയാണ് ഉദാഹരിച്ചത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചു. നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്നും MD പറഞ്ഞു. MDയുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദി വിട്ടു. പ്രശസ്ത സാഹിത്യകാരൻ K സച്ചിദാനന്ദൻ, പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ്, മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വേദിയിലന്നുണ്ടായിരുന്നു. സമൂഹത്തെക്കുറിച്ചും രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമിതാധിപത്യത്തെക്കുറിച്ചും MD പറഞ്ഞ കാര്യങ്ങൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് താൻ കേട്ടുകൊണ്ടിരുന്നത് എന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ പറഞ്ഞു. ഇടതു ബുദ്ധിജീവിയായ അശോകൻ ചെരുവിൽ ഇത്തരത്തിൽ പ്രതികരിച്ചതും പിണറായിക്ക് അടിയായി മാറി. പുതുപ്പള്ളി ഇലക്ഷന് ദിവസങ്ങൾ മാത്രം മുമ്പ് ഇടതുമുന്നണി സർക്കാരിനെതിരെ സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ രംഗത്തെത്തിയത് വാർത്തയായിരുന്നു. സച്ചിദാനന്ദന് പിന്നാലെ ഇടതു ബുദ്ധിജീവികൾ ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകർ പിണറായി സർക്കാരിനെതിരെ രംഗത്തെത്തി. മൂന്നാം വട്ടവും കേരളത്തിൽ CPM അധികാരത്തിൽ വന്നാൽ പാർട്ടി നശിക്കുമെന്നാണ് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K സച്ചിദാനന്ദൻ അന്ന് പറഞ്ഞത്. തുടർച്ചയായി 2 തവണ അധികാരത്തിലേറുമ്പോൾ പാർട്ടിക്ക് ധാർഷ്ട്യമേറും. മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ അത് നാശത്തിലേക്ക് നയിക്കും. ബംഗാളിൽ അതും കണ്ടതാണ് എന്നും ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു. പാർട്ടിയെ നാശത്തിൽ നിന്നും തടയാനായി മൂന്നാം തവണയും അധികാരത്തിൽ വരാതിരിക്കാൻ സഖാക്കൾ പ്രാർത്ഥിക്കണമെന്ന് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. UAPA ചുമത്തൽ, മാവോയിസ്റ്റ് വേട്ട ഉൾപ്പെടെയുള്ള ഇടത് സർക്കാരിന്റെ പോലീസ് നയത്തോട് വിയോജിപ്പുണ്ട്.
ഗ്രോവാസുവിനെതിരായ നിലപാട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. പോലീസിലെ RSS വിഭാഗക്കാരാണ് ഇതിനു പിന്നിലെന്നാണ് പാർട്ടിയുടെ വാദം. അത് എന്തുതന്നെ ആയാലും അംഗീകരിക്കാനാവില്ല എന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി. പോലീസുകാർക്കിടയിൽ ഈ RSSകാരുണ്ടെന്ന ആരോപണം അതീവ ഗുരുതരമാണ്. സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകത്തിൽ സർക്കാരിന്റെ ലോഗോ വന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. പബ്ലിഷിംഗ് വിഭാഗത്തിലെ ഒരാളുടെ താൽപര്യപ്രകാരമാണ് അത്തരത്തിൽ സംഭവിച്ചത്. ഭരണപരമായ കാര്യങ്ങൾ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അദ്ദേഹം പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. കോപ്പികൾ പ്രിന്റ് ചെയ്തു പോയതിനാൽ പുസ്തകം പിൻവലിക്കാനാകുകയുമില്ല. സർക്കാർ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് 2 മന്ത്രിമാർ പ്രതികരിച്ചതെന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം MDയിൽ നിന്നും ലഭിച്ച ഊർജ്ജത്തിന്റെ ഫലമായിട്ടായിരുന്നു വന്നത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സംയുക്ത പ്രസ്താവനയുമായി സാംസ്കാരിക പ്രവർത്തകർ രംഗത്തെത്തിയതും അമ്പരപ്പിച്ചു കളഞ്ഞു. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ജുഡീഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മുമ്പെങ്ങും ഇതുപോലെ ഒരു കുറ്റാരോപണം ഉണ്ടായിട്ടില്ല. ഉചിതമായ അന്വേഷണ ഏജൻസികൾ കേസ് ഏറ്റെടുക്കണം. ഉന്നത നീതിപീഠത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം. അത് നിർവഹിക്കും വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു നിൽക്കണമെന്ന പ്രസ്താവനയിൽ പറയുന്നു. UK കുമാർ, B രാജീവൻ, MN കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, സാവിത്രി രാജീവൻ, KC ഉമേഷ് ബാബു, VS അനിൽകുമാർ, CR നീലകണ്ഠൻ, ഉമർ തറമേൽ, സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, ജോസഫ് C മാത്യു എന്നിവരാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഇവരിൽ ഏറ്റവും അധികമുള്ളത് ഇടത് ബുദ്ധിജീവികളാണ്. ഇടത് സർക്കാരിനെ എല്ലാ കാലത്തും നിലനിർത്തുന്നത് സാംസ്കാരിക പ്രവർത്തകരാണ്. ഇടതുപക്ഷത്തിന്റെ അടിത്തറ സാംസ്കാരിക ലോകമാണ്. ഇടതുമുന്നണി എന്നൊക്കെ ബുദ്ധിമുട്ടിൽ ആയിട്ടുണ്ടോ അന്നൊക്കെ അവരെ സഹായിക്കാൻ എത്തിയിട്ടുള്ളത് ഈ സാംസ്കാരിക പ്രവർത്തകർ തന്നെയെന്ന് ആരും മറക്കാനുള്ള ഇടയുണ്ടാവില്ല. എന്നിരുന്നാലും MDയുടെ പഴയ മനസ്സ് അംഗീകരിച്ചിരുന്നില്ല CPM. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം കാണുന്നതാണ് മരണഘോഷയാത്രകൾ. ഇത്തരം ആഡംബരങ്ങൾ വേണ്ട എന്ന് MD പണ്ടേ തീരുമാനിച്ചതാണ്. മരണം ഒരു സാധാരണ കടന്നുപോക്കൽ മാത്രമാണെന്ന് MD വിശ്വസിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയതിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസിന് നഷ്ടമായത് ഒരു ചാകരക്കോളാണ്. എന്നും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാനാണ് MD ആഗ്രഹിച്ചത്. എഴുത്തിലും ജീവിതത്തിലും അത് അങ്ങനെ തന്നെ തുടർന്നു പൊക്കോണ്ടിരുന്നു. സ്വന്തം മരണക്കുറിപ്പ് ജീവിതത്തിലേക്ക് തിരികെ വന്ന രവിശങ്കർ എന്ന പത്രാധിപർ തന്റെ മേശവലപ്പിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം MD ഈ സുഹൃതം എന്ന സിനിമയിൽ എഴുതിയിട്ടുണ്ട്. അത് മാതൃഭൂമിയിലെ ജോലിക്കിടയിൽ അത് MDക്ക് നേരിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സംഭവമാണെന്ന് പിൻകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് സുഹൃതത്തിലെ രവിശങ്കർ സ്വന്തം മരണക്കുറിപ്പിൽ തയ്യാറാക്കി വെച്ച ശേഷം മരണത്തിലേക്ക് നടന്നു പോകുന്നു. എന്നാൽ പത്രങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ ക്രിസ്മസ് ദിവസമായതിനാൽ MD അനുവദിച്ചില്ല. അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ഒരു സംഭവമായിരുന്ന MD മരണത്തിലും ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്.